വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ളൊരു ചൂലാണിത്. നമുക്കൊരു ആയുധമായിട്ട് വരെ ഇതിന് ഉപയോഗിക്കാം. ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ അത് ഒട്ടുമില്ല, ഇതിന് എന്ത് വേണമെങ്കിലും ചെയ്യാലോ. വീട്ടിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധാരണ ചൂലല്ല. ഇതുകൊണ്ട് നിങ്ങൾക്കൊരു ഗംഭീര തൊഴിലവസരം കൂടി ഉണ്ട്. ആക്ച്വലി ഇതിൻ്റെ ഈ പിടിയിൽ വരെ നമ്മൾ വാർണിഷ് അടിക്കുന്നുണ്ട് കേട്ടോ. നോക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കളറിൻ്റെ വ്യത്യാസം നമുക്കറിയാൻ പറ്റും. സാധാരണ വീട്ടിലെ അമ്മമാരുടെ സ്ഥിരമായിട്ട് ഓടിക്കാൻ, മക്കളെയൊക്കെ ഓടിക്കാനും അതുപോലെ കെട്ടിയതിനൊക്കെ നല്ലതായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ചൂല്. സാധാരണ ഇപ്പോൾ ഒരു ചൂല് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ നടുക്കൊരു കെട്ട് കെട്ടി അതിൻ്റെ കെട്ട് കഴിഞ്ഞു, അത് നാനാ വഴിക്ക് പോയി. ഈ കാണുന്ന ഈർക്കിലി ചൂലിന് പോലുണ്ട് 3 വർഷം ഗ്യാരണ്ടി. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു സാധനമാണ് ചൂലെന്ന് പറയുന്നത്. ഇത് മൂന്നും കൂടി ഒരിക്കലും ഊരി കിട്ടില്ല. ഒരു ഈർക്കളി നമുക്ക് ഊരി എടുക്കാൻ നമുക്ക് കിട്ടില്ല. എല്ലാ വർക്കുകളും ചെയ്യുന്നത് ഇവിടുത്തെ ചേച്ചിമാരാണ്. അപ്പോൾ അവർക്കൊരു തൊഴിൽ തുടങ്ങാനുള്ള ഒരു സാധ്യത കൂടെ ഇതിൽ നിന്നുണ്ട്. നല്ല അടിപൊളി ഈർക്കലി ചൂലാണ്. ഇപ്പോഴും നിങ്ങൾ എത്ര പേര് ഇതുപോലത്തെ ചൂല് ഉപയോഗിക്കുന്നുണ്ട്? നമ്മുടെയൊക്കെ എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു സാധനമാണ് ഈ ചൂലെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചൂലിൻ്റെ നിർമ്മാണം കാണാനായിട്ടാണ് ഗ്രീൻ മാംഗോ കസിൻസ് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് ഞണ്ടൻകീഴായി പത്തുചെറിൽ വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ചൂലാണ്. എന്ത് വന്നാലും ഒന്നും സംഭവിക്കാത്ത നല്ല സ്ട്രോങ് ആയിട്ടുള്ള, അതേ ഉണ്ടോ, ഒന്നും സംഭവിക്കില്ല. അപ്പോൾ ഈ ഒരു ചൂലിൻ്റെ നിർമ്മാണമാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടിരുന്ന് കാണണം. സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെടും. അവർക്കും ഒരു തൊഴിൽ സാധ്യതയും കൂടെ ഞങ്ങൾ ഈ വീഡിയോയിൽ കൂടെ കാണിച്ചു തരുന്നുണ്ട്. പണ്ട് കാലങ്ങളിൽ വീട്ടിലുള്ള അമ്മമാരൊക്കെ ഇതുപോലുള്ള ഓല വെട്ടി ഈള് ചിന്തി ചൂലുണ്ടാക്കുന്ന കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ അത് വളരെയധികം കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ആദ്യം നമ്മളിവിടെ ഒന്ന് ഉണക്കാനിടും. എന്നിട്ട് അതിൻ്റെ കറയൊക്കെ കളഞ്ഞതിന് ശേഷമാണ് ചൂലിൻ്റെ നിർമ്മാണം തന്നെ തുടങ്ങുന്നത്. കറയൊക്കെ കളഞ്ഞ് ഉണക്കിയെടുത്തിട്ടുള്ള ഈർക്കലിയാണ്. അപ്പോൾ അതിന് ശേഷം വരുന്ന അടുത്തൊരു പ്രോസസ്സാണ് അതുപോലെ ചേച്ചി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചേച്ചിയുടെ പേരെന്താണ്? ബിന്ദു ചേച്ചി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എന്താ ചേച്ചി ചെയ്യുന്നത്? അതെന്തിനാണ് റിങ് ഇടുന്നത്? പണ്ട് കാലത്ത് നമ്മൾ ഈർക്കലി കൊണ്ട് ചൂലുണ്ടാക്കുമ്പോൾ നമ്മളിവിടെ കയറുപയോഗിച്ചൊരു കെട്ട് കെട്ടാറുണ്ട്. ആ കെട്ടിന് പകരമാണ് ഇവിടെ റിങ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റീലിൻ്റെ ചെറിയ റിങ് ആട്ടോ. ഇതാണ് നമ്മൾ ആ ഒരു ചൂലിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കാണ് ഇവിടെ ചേച്ചിമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിട്ട് കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും കേട്ടോ. ഓരോ ഈർക്കലി നമുക്ക് ഊരിയെടുക്കാനൊന്നും പറ്റില്ല. നല്ല സ്ട്രോങ്ങിൽ തന്നെയാണ് ഈ ഒരു ചൂല് നിർമ്മിച്ചെടുക്കുന്നത്. ഇതുപോലെ അപ്പുറത്ത് വേറെ കുറേ ചേച്ചിമാർ വേറെ ഒരുപാട് ജോലികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചൂലിൽ ആ ഒരു സ്റ്റീലിൻ്റെ റിങ്ങൊക്കെ ഇട്ടിട്ട് അടുത്തൊരു സെഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. സെഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ചേച്ചിമാരുടെ കയ്യിലേക്കാണ് ഇത് എത്തുന്നത്. ഓരോരുത്തർ ഓരോ ഭാഗങ്ങളായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചേച്ചിയുണ്ട്. ചേച്ചിയുടെ പേരെന്തായിരുന്നു? രാജി. ചേച്ചി ഇപ്പം എന്താ ചെയ്യുന്നത്? വേറൊരു റിങ്. അപ്പോൾ ഇതെല്ലാം PVC പൈപ്പിൻ്റെ കുഞ്ഞു കുഞ്ഞു റിങ്ങുകളാട്ടോ. ഇതാണ് നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സാധാരണ ഒരു ചൂലിൽ എത്ര റിങ്ങാ വരാറ്? 3 പിടി. പിന്നെ ഇത് ഇടയിൽ സപ്പോർട്ട് കൊടുക്കണം ഇതിന് ഊരി വരാണ്ടിരിക്കാൻ. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇന്നൊരു റിങ്സും കൂടി അത് ടൈറ്റ് മെഷീനിൽ ടൈറ്റ് ചെയ്യും. ബാക്കിയെല്ലാം മെഷീനിലാണ് ചെയ്യുന്നത്. അപ്പോൾ 3 റിങ്ങുകളൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചൂലാണിത്. അപ്പോൾ ഇത് നല്ല വൈറ്റ് കളർ ചൂലും. ഇതിൽ ചെറിയൊരു കളർ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു വർക്കാണ് ഇവർ ചേച്ചി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചേച്ചിയുടെ പേരെന്ത്? മഞ്ജുഷ. എന്താ ചേച്ചി ചെയ്യുന്നത്? ഓക്കെ. അത് സാധാരണ ഇവിടുത്തെ ചൂലിൽ വാർണിഷും കൂടെ അടിച്ചിട്ടാണ് ചൂല് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുള്ളൂ. അപ്പോൾ ഇത് അടിക്കുന്നതുകൊണ്ട് എന്താ ഇതിൻ്റെ ഒരു ഗുണം? ബലം കിട്ടും, നല്ലപോലെ സ്ട്രോങ് ആയിരിക്കും. ആക്ച്വലി ഇതിൻ്റെ ഈ പിടിയിൽ വരെ നമ്മൾ വാർണിഷ് അടിക്കുന്നുണ്ട് കേട്ടോ. നോക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കളറിൻ്റെ വ്യത്യാസം നമുക്കറിയാൻ പറ്റും. വാർണിഷ് അടിച്ചത് നല്ല ബ്ലാക്ക് കളർ ആയിട്ടുണ്ട്. ഇത് അടിക്കണം. ഇതും കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്ക് കൂടെ കംപ്ലീറ്റ് ആവുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ ഈ ചൂലിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് ഉണങ്ങാൻ വെച്ച് കഴിഞ്ഞാൽ ചൂല് റെഡിയായി. അപ്പോൾ നിങ്ങൾക്കിത് ഒന്ന് വാങ്ങിക്കാവുന്നതാണ്. നല്ല ഗംഭീരമായിട്ടുള്ള ചൂലിൻ്റെ നിർമ്മാണം കാണാനായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഓണർ ഹരിദാസ് ചേട്ടൻ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്താണ് ഇവിടുത്തെ ചൂലിൻ്റെ പ്രത്യേകത? നമ്മുടെ ഈ ചൂലിൻ്റെ പ്രത്യേകത, ഈർക്കിളി ചൂല് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്ക് അതിൽ ആ ഈർക്കിളിയെ നമ്മൾ സംഭരിച്ചുകൊണ്ട് അതിനെ സെലക്ട് ചെയ്ത് അതിനെ കറ കളഞ്ഞ് വാർണിഷ് അടിച്ച് വെയിലത്ത് ഉണക്കി വൃത്തിയാക്കിയിട്ടാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് ലൈഫ് കൂടുതലാണ്. മറ്റത് നമ്മളൊരു 6 മാസം കൊണ്ട് പോകേണ്ടത് നമുക്ക് ചിലപ്പോൾ ഫ്ലാറ്റൊക്കെ അടിക്കുകയാണെങ്കിൽ ഒരു 3 വർഷത്തിനും ഒന്നും വരാതെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഗ്യാരണ്ടി ഉണ്ട്. 100% ഗ്യാരണ്ടി. അത് ആദ്യമായിട്ടോ കേൾക്കുന്നത്. അതായത് നമ്മൾ മുറ്റമടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ചൂലിന് 3 വർഷത്തിലധികം ഗ്യാരണ്ടിയാണ് ഇവിടെ ചേട്ടൻ കൊടുക്കുന്നത്. അതാണ് ഇവിടുത്തെ ചൂലിൻ്റെ പ്രത്യേകത. ഈ ചൂലിനെ ഇത് നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് കെട്ടിവെക്കാം, പൊട്ടില്ല. ഇല്ല, ഇത് ഇങ്ങനെ എടുത്തിട്ട് അത്രയും ചെയ്യാം, ദുർബലമാവില്ല. അത് നിങ്ങൾക്ക് പരീക്ഷിച്ച് നിങ്ങൾ കാണുന്നതാണ്. നിങ്ങൾ നോക്കിക്കോളൂ. സാധാരണ ഇത് വളച്ചു കഴിഞ്ഞാൽ പൊട്ടിപ്പോകുന്നതാണ്. ഇല്ല, കിടികിടിന്ന് പൊട്ടിപ്പോലെ ഇവർക്കില്ല. ഇതിന് ലൈഫ് കൂടുതലാണ്. അപ്പോൾ ഇത് പഴയതുപോലെ തന്നെ ഇപ്പോൾ പെണ്ണുങ്ങൾ ഇതേപോലെ കൈ കൊണ്ട് കൊത്തുന്നു, അതേമാതിരി പരത്തി അടിക്കുന്നു. ഇതുപോലെ തന്നെ മയിൽപ്പീലി പോലെ തന്നെയാണ് നിൽക്കുക. കറക്റ്റാണ്. ഇത് അടിച്ചാൽ മാത്രം മതി. അടിക്കുക, പിന്നെ അവിടെ കൊണ്ടുവയ്ക്കുക.
അല്ലാതെ ഇത് കെട്ടാനും അഴിക്കാനും ഉള്ള ഒരു പരിപാടികളും ഇനിയുള്ള ചൂലിൽ ഉണ്ടാവില്ല. ഇപ്പോൾ കൂടുതലായിട്ട് നമ്മൾ സാധാരണ മാർക്കറ്റിലൊക്കെ പുല്ലിന്റെ ചൂല് നമ്മൾ കിട്ടും, അതുപോലെ പ്ലാസ്റ്റിക്കിന്റെ ചൂലുകളൊക്കെ കിട്ടും. അതിനേക്കാളും എത്രയോ നല്ലതാണ് ഇതുപോലുള്ള ചൂലുകൾ അല്ലേ? പിന്നെ പലർക്കും പല ധാരണകളുണ്ട്. എങ്ങനെയാണ് ഈർക്കിളി ചൂല് കൊണ്ട് ശരിക്കും നമ്മളിപ്പോൾ നൈസായിട്ട് അടിച്ച് നീക്കാൻ പറ്റും. ഇതുകൊണ്ട് ശരിക്കും നമുക്ക് ഫ്ലാറ്റിൽ ഏത് പൊടികളും അടിച്ച് നീക്കപ്പെടാൻ പറ്റും. ഇപ്പൊ നമ്മൾ സാധാരണ പഴയ കാലങ്ങളിൽ വീട്ടിലൊക്കെ നമ്മൾ ഇതുപോലെ കുറ്റിച്ചൂല് ഉപയോഗിക്കാറുണ്ട്, പിന്നെ മാറാലയൊക്കെ തട്ടാൻ ചൂലുണ്ട്. അങ്ങനെ 6 ഐറ്റം ചൂലുകൾ, കുറ്റിച്ചൂലുണ്ട്, ലോങ് ഉണ്ട്. അതായത് ലോങ് എന്ന് പറയുന്നത് നമ്മൾ ടൈല് ഗ്രാനൈറ്റിലൊക്കെ അടിക്കുന്ന സ്ത്രീകൾക്കൊക്കെ നടുവേദന കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് നിന്നിട്ട് അടിച്ചു വിടാൻ പറ്റുന്ന ചൂലുകൾ. അങ്ങനെ അതിൽ തന്നെ 6 ഐറ്റം ചൂലുകളുണ്ട്. ഈ 6 ഐറ്റങ്ങൾ GIയിലും അതേപോലെ തന്നെ പ്ലാസ്റ്റിക്കിലും അതേപോലെ സ്റ്റീലിലും എല്ലാത്തിലും 6 വീതം ഒരേപോലെ ചെയ്തു വരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ 6 ഐറ്റം ചൂലുകളാണ് ഉള്ളത്. മാത്രമല്ല ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ കണ്ടൊരു പ്രത്യേകത, എല്ലാ വർക്കുകളും ചെയ്യുന്നത് ഇവിടുത്തെ ചേച്ചിമാരാണ്. അപ്പോൾ അവർക്കൊരു തൊഴിൽ തുടങ്ങാനുള്ള ഒരു സാധ്യത കൂടെ ഇതിൽ നിന്നുണ്ട്. അതെങ്ങനെയാ ചേട്ടാ? അതെ, അതായത് വയസ്സായ ആളുകളാണല്ലോ ഈ ഈർക്കിളിയൊക്കെ എടുക്കാൻ പോവുക. കുട്ടികളാരും ഇപ്പം അതിന് മുതിരില്ലല്ലോ. 80 വയസ്സ് 60 വയസ്സുള്ള ആളുകളൊക്കെയാണ്, സ്ത്രീകളാണ് പോയി ഈ ഓരോ സ്ഥലങ്ങളിൽ തോട്ടങ്ങളിൽ പോയിട്ട് ഇത് ഫിനിഷ് ആക്കി എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ അവർക്കൊരു തൊഴിൽ മേഖല ഒന്ന്. രണ്ടാമത് ഇത് എടുത്ത് ഇത് സെയിൽ ചെയ്യാനും സ്ത്രീകൾക്കോ മറ്റുള്ളവർക്കോ പല സ്ഥലങ്ങളിലും ഇത് സെയിൽ ചെയ്യാൻ അവർക്കൊരു സ്വയം തൊഴിൽ മാർഗമാക്കി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതിൽ 100% നമുക്ക് ഉറപ്പുണ്ട്. നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ ഈർക്കളികൾ ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണെങ്കിലും ഇവർ വന്ന് എടുക്കുന്നതാണ്. മാത്രമല്ല നിങ്ങൾക്കും ഇതുപോലെ ചൂലുകൾ ബൾക്കായി ഇവിടെ നിന്ന് വാങ്ങാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് അത് തന്നെ നമുക്കൊരു സ്വയം തൊഴിൽ പോലെ അവിടെയുള്ള അടുത്തുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഹോൾസെയിൽ റേറ്റിൽ നേരിട്ട് കമ്പനിയായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളായിട്ട് ഇവിടെ ബന്ധപ്പെടുകയാണെങ്കിൽ അവർക്ക് ഹോൾസെയിൽ റേറ്റിൽ അവർക്ക് അതിന് നല്ല ഒരു ലാഭവീതം മാറ്റി വെച്ചുകൊണ്ട് കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. അതാണ് നമ്മളെ ഉദ്ദേശവും. ഓക്കെ, അപ്പോൾ അത് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് മാത്രമല്ല ആർക്ക് വേണമെങ്കിലും ഈ ഒരു തൊഴിൽ മാർഗം സ്വീകരിക്കാവുന്നതാണ്. നല്ല രസമുള്ള അടിപൊളി ചൂലാട്ടോ. ഈ ചൂല് എത്ര സ്ട്രോങ് ഉണ്ടെന്ന് നേരിൽ തന്നെ കാണിച്ചു തരാം. ഒരു ചൂലിൻ്റെ ഉറപ്പ് എന്താണ് എന്നുള്ളത്. അപ്പോൾ ഈ ചൂലൊരു ആയുധമായിട്ട് ഉപയോഗിക്കാം. ഈ ചൂലിന് വല്ല എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളോ ഡാമേജോ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല സ്ട്രോങ് ഉള്ള ഒരു ചൂലാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിലുള്ള കുട്ടിക്കാലത്താണെങ്കിലും നിങ്ങൾക്ക് അമ്മയുടെ കയ്യിൽ നിന്ന് ചൂലും കൊണ്ട് നല്ല അടിയൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ താഴ്ന്ന് കമൻറ്റ് ചെയ്യണേ. ഗ്രീൻ മാംഗോ കസിൻസ് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് നണ്ടങ്ങീഴായി 10 ചിറയിൽ വന്നു. ചേച്ചിമാർ ഉപയോഗിച്ച് എങ്ങനെ നല്ല രീതിക്കുള്ള ചൂലുണ്ടാക്കാം, അതും ഇത്രയും സ്ട്രോങ് ഉള്ള ചൂല് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതെല്ലാം നമ്മൾ വീഡിയോയിൽ കണ്ടു. മാത്രമല്ല നല്ലൊരു തൊഴിലവസരം കൂടിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ബൈ. ചേച്ചിമാരെ ബൈ പറഞ്ഞേ. ബൈ.